വി ആർ Macros മാക്രീസ് on ഓൺ the ദ roll. റോഡ്. ഇത് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മാളിലേക്കാണ്. ഏത് മാളിലേക്കാ? M5 മാൾ ഇലക്ട്രോണിക് സിറ്റിയിൽ പുതിയതായിട്ട് വന്നൊരു മാളാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നിങ്ങളൊന്ന് അറിയിക്കണ്ടേ? അപ്പോൾ അവിടുന്ന് കാണാം. അപ്പോൾ ഒക്ടോബർ 25 ആയിരുന്നു ഈ മാളിന്റെ ഒഫീഷ്യൽ ഓപ്പണിംഗ്. നമ്മുടെ മഹേന്ദ്ര ഹോംസിന്റെ ഒരു പ്രൊജക്റ്റ് ആണ് ഈ മാള്. ഇലക്ട്രോണിക് സിറ്റിയിൽ അല്ലെങ്കിൽ അതിന്റെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്നവർക്ക് അറിയാം, നമുക്ക് ഏറ്റവും നിയറസ്റ്റ് മാള് വരുന്നത് കോരമംഗലയിലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ മാള് തീർച്ചയായിട്ടും ഒരു ഗുഡ് അട്രാക്ഷൻ ആണ്. ഇലക്ട്രോണിക് സിറ്റി ഫേസ് 2 സൗത്ത് ബാംഗ്ലൂരിലാണ് ഇപ്പൊ ഈ മാള് വന്നിരിക്കുന്നത്. ഇതില് എന്താ പറയാ, കുറെ അധികം ബ്രാൻഡഡ് സ്റ്റോഴ്സും അങ്ങനെ നമുക്ക് വിസിബിൾ ആയിരുന്നു. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം ഫങ്ഷണൽ ആയിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഒരു വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ തോന്നും വളരെ ചെറിയൊരു സ്പേസ് ആണെന്ന്. പക്ഷെ അവരതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയാ, യൂഷ്വൽ മാളുകളുടെ തരത്തില് ജസ്റ്റ് ഒരു ഒറ്റ സ്ട്രക്ചർ ആയിട്ടല്ല, കുറെ ഭാഗത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്ന പോലെയായിരുന്നു. നമുക്ക് ഗ്രൗണ്ടില് ബേസ്മെന്റിലാണ് പാർക്കിംഗ് ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ ഏരിയ ഫോർ 4 വീലേഴ്സ് ആൻഡ് 2 വീലേഴ്സ്. അത് മോസ്റ്റ് മാളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ പാർക്ക് ചെയ്തതിന് ശേഷം എസ്കലേറ്റർ എടുത്ത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയാലും കുറച്ച് വെറൈറ്റി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വരുമ്പോൾ നമുക്ക് നേരെ തന്നെ സ്റ്റെയർസ് കാണാം. അങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് അവിടെ കണ്ടത്. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു സ്റ്റോറ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യമാണ് നമ്മളതിനെ ഏറെ ആകർഷിച്ചത്. അപ്പൊ നമ്മുടെ ലുലുവിന്റെ കാര്യം പറയുവാണെങ്കിൽ ബാംഗ്ലൂർ വരാൻ പോകുന്ന 3ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ആണ് ഇത്. ഒരെണ്ണം നിൽക്കുന്നത് ഗ്ലോബൽ ലുലു മാൾ, ഒരെണ്ണം ഫോറം ഫാൽക്കൺ മാളില്, ഇതിപ്പോ 3ാമത്തത് നമ്മുടെ M5 മാളിലാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 80% ഓഫ് ദ ഷോപ്പും റണ്ണിങ് ആയിട്ടില്ല. പക്ഷെ ഏതൊക്കെയാണ് വരാൻ പോകുന്ന സ്റ്റോറുകൾ എന്നുള്ളതിന്റെ ആഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിലത്തെ ബാക്കിയുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭീകരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് ഞാൻ പറയില്ല. മേ ബി ഇറ്റ് മൈറ്റ് ബി അട്രാക്റ്റീവ് ഫോർ സം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള മാളുകളിൽ തന്നെ വെച്ച് ഒരു നോർമൽ ഡിസൈൻ അത്രേ ഉള്ളൂ. ഒരുപക്ഷെ എല്ലാ സ്റ്റോറും ഫംഗ്ഷൻ ആയി കഴിയുമ്പോൾ അവർ കുറച്ചും കൂടി ഇന്റീരിയർ ഡിസൈൻസ് എന്തെങ്കിലും ചിലപ്പോൾ മാറ്റുമായിരിക്കും. ചില മാളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആദ്യം വരുമ്പോൾ കാണുന്ന പോലെ അല്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടുത്തെ ഡിസൈനുകൾ മൊത്തത്തിൽ തന്നെ മാറിക്കിടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. നമ്മളപ്പോ ഈ മാളിന്റെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ എന്താ പറയാ, അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റുന്നത്. ഇതിന്റെ ഏരിയ കിടക്കുന്നത് 6.8 lakh സ്ക്വയർ ഫീറ്റിലാണ് ഇതിന്റെ റീറ്റെയിൽ സ്പേസ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം, നമ്മൾ പുറമേന്ന് കാണുന്ന പോലെ നമ്മൾ പറയില്ലേ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, ആ ഒരു ഫീലിംഗ് ആണ് ഈ M5 മാളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത്. പേര് വളരെ കുഞ്ഞനാണെങ്കിലും ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക നമ്മൾക്ക് കേട്ടുപരിചയമുള്ള സ്റ്റോറുകളും ഇവിടെ ഉണ്ട്. അതിലിപ്പോ നമ്മൾ പറഞ്ഞ പോലെ ബാറ്റ ലൈഫ് സ്റ്റൈല് ഇവരൊക്കെ ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. പിന്നെ മിനിസോ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സ്റ്റോറുകൾ ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നേനെ എന്ന് ഞങ്ങൾ ഒരു യുക്തമായ തീരുമാനത്തിലേക്ക് എത്തി. എന്നാലും നമുക്കതൊരു എന്താ പറയാ, പുതിയ മാള് പുതുമയോട് കൂടി കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റോറുകളാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറുകളായിരുന്നു. 2-3 വാച്ചിന്റെ സ്പേസും അതുപോലെ തന്നെ ഐവെയറിന്റെ സ്പേസും മാത്രമായിരുന്നു ചെറിയ ചെറിയ സ്റ്റോറുകൾ കണ്ടത്. ഇവിടത്തെ സ്പേസുകൾ ഒക്യുപ്പൈ ആവാത്തത് കൊണ്ട് തന്നെ ഒരു ലോക്കൽ എക്സിബിഷൻ പോലത്തെ ഒരു സെറ്റപ്പാണ് അത്. എനിക്ക് തോന്നുന്നത് സ്ഥിരം അങ്ങനെ ആയിരിക്കില്ല. സ്റ്റോറുകൾ ഒക്യുപ്പൈ ആയി കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്റ്റോറുകൾ വരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ കണ്ടൊരു സ്പെഷ്യൽ സ്റ്റോർ ആയിരുന്നു ഇത്, ഹോംസ് ടു ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പേസ് കാണുന്നത്. ഇവിടെ നല്ല രസത്തിൽ തന്നെ അവര് ഇന്റീരിയർ എല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് ഒരു മുറിയിലെ എന്തൊക്കെ ഫർണിച്ചർ എങ്ങനെയൊക്കെ ഒരുമിച്ച് പോകാം എന്നുള്ളൊരു ചെറിയ ഐഡിയ തരുന്നൊരു സ്ഥലമായിരുന്നു. അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയായിരുന്നു ഫർണിച്ചേഴ്സ് എല്ലാം. പക്ഷെ നല്ല ഡിസൈനുകളായിരുന്നു. അവർ ചെയ്തിരിക്കുന്ന ആ രീതിയും ഒക്കെ നമുക്കൊരു അട്രാക്ഷൻ ഉള്ളൊരു സംഭവമായിരുന്നു. നമ്മുടെ അവിടെ കണ്ടൊരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത്, ടീ ടേബിൾ ആയിക്കോട്ടെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ മാർബിൾ ടോപ്പ് ആയിരുന്നു. അതൊരു പുതുമയുള്ള ഒരു ഡിസൈൻ ആയിട്ട് തോന്നി.
പിന്നെ നമ്മുടെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ തന്നെ എല്ലാ മാളുകളും പോലെ തന്നെ ഫുഡ് കോർട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് കോർട്ടിൽ നമ്മൾ പറയുവാണെങ്കിൽ ഒട്ടുമിക്ക കടകളും ഓപ്പൺ ആയിരുന്നു, ഫങ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാള് കാണാൻ വന്ന് ഏറ്റവും തിരക്കുള്ള സ്ഥലവും ഫുഡ് കോർട്ടായിരുന്നു. കുട്ടികളുടെ കളി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് കണ്ടു. നമ്മൾ സാധാ മാളിൽ പോകുമ്പോഴത്തേക്കും കാണുന്നതിനേക്കാളും എന്താ പറയാ, നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് അതൊരു ഇന്റീരിയർ സ്പേസിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു എക്സ്പെരിമെന്റ് അവർ നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ കുട്ടികൾ മാത്രമല്ല, ഈവൻ അഡൽട്സ് വരെ ഈ ഏരിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് അന്ന് കണ്ടു. കാരണം ഒബ്വിയസ്ലി അവിടുത്തെ എല്ലാ റൈഡ്സും കുട്ടികളെ മാത്രം ഇടാൻ പറ്റുന്ന പോലത്തെ അല്ല, ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഒരു ഫീലിംഗ് നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരു സ്പേസ് ആയിരുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. 2 ഏരിയ ആണ് ഇത്രയും ബിസി ആയിട്ട് അവിടെ കണ്ടത്. ഒന്ന് ഫുഡ് കോർട്ട് ആണെങ്കിൽ ഒന്ന് ഈ പ്ലേ ഏരിയ ആയിരുന്നു. കുറെ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ യൂഷ്വലി എല്ലാ മാളിലും കാണുന്നതാണ്, ഈ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ടോയ് പിക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ യൂഷ്വൽ നമ്മൾ എന്താ പറയാ, ഒരു വീഗാലാൻഡിലൊക്കെ പോയൊരു ഫീലിംഗ് വരുന്ന തരത്തിലുള്ള റൈഡ്സും പിന്നെ നമ്മുടെ ബോളെറിഞ്ഞ് കുപ്പി വീഴ്ത്തുന്ന കളി, അങ്ങനത്തെ കളികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈവൻ ശരിക്കുള്ളതല്ലാതെയും നമ്മുടെ ബൗളിംഗ് ഏരിയ ശരിക്കുള്ളതല്ലാതെയും വീഡിയോ ഗെയിം പോലെയും ഉള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഗെയിംസിലായാലും ഒരു 5 6 അല്ലെങ്കിൽ ഐ തിങ്ക് 10 വെറൈറ്റി എങ്കിലും അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾ തന്നെ എന്തായാലും ഒക്യുപ്പൈ ചെയ്യാനുള്ള എല്ലാ സൂത്രങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്നതാണ് ബേസിക് ഒരു ഐഡിയ. ആ ഏരിയയും ഫുള്ളി ഫങ്ഷനിലായിരുന്നു. അവിടുത്തെ പക്ഷെ ബൗളിംഗ് ഏരിയ അന്നേ സമയം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്ന എന്തൊരു മെയിൻ്റനൻസ് ആക്ടിവിറ്റി കാരണം അതൊഴിച്ച് ബാക്കി എല്ലാ ഏരിയയും പ്ലേ ഏരിയയിലത്തെ കംപ്ലീറ്റ്ലി ഫങ്ഷണലായിരുന്നു. മൊത്തത്തില് നമ്മൾ മാളിന്റെ തിരക്ക് പറയുവാണെങ്കിൽ ഞങ്ങൾ പോയ ദിവസം ഒരു മുടക്ക് ദിവസം ആയിട്ട് പോലും അത്ര പറയത്തക്ക തിരക്ക് എന്ന് പറയാനില്ല. ഒരു ആവറേജ്, ഒരു ബാംഗ്ലൂരിലെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താ പറയാ, പുതിയൊരു സ്ഥലമാണ്, അപ്പൊ അതറിഞ്ഞു പിടിച്ച ആൾക്കാർ വരണ ഒരു ടൈം എടുക്കും. പിന്നെ എല്ലാ സ്റ്റോറും ഫങ്ഷൻ ആയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് വരാനൊരു മടി ഉണ്ടാവും. പുറമെ ട്രാഫിക് ആണെങ്കിലും കുറച്ചും കൂടിയൊക്കെ അറേഞ്ച്മെന്റ്സ് വരുത്താനുണ്ട്. ഇപ്പൊ ചെറിയ കൺഫ്യൂഷൻ ഉള്ള പോലെയാണ്. എന്ന് വെച്ചാൽ സർവീസ് റോഡിലാണ് ഈ മാളിന്റെ എൻട്രൻസ് നിൽക്കുന്നത്. അപ്പോ മെയിൻ റോഡിൽ നിന്ന് കാണാമെങ്കിലും കുറച്ചൊന്ന് മുന്നിലോട്ട് പോയി വളഞ്ഞു പിടിച്ച് വന്നാലാണ് നമുക്ക് ഈ മാളിലോട്ട് എൻട്രി ശരിക്കും ആവുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ട്. അതൊഴിച്ചാൽ നല്ലൊരു ഓപ്ഷൻ ആണ് ആക്ച്വലി. ഇലക്ട്രോണിക് സിറ്റിയിലുള്ളവർക്ക് കോരമംഗലം വരെ പോവാതെ തന്നെ ഒരു നല്ലൊരു സ്പേസ് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസിന് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ M5 മാൾ ഒരു സക്സസ് ആണ്. പക്ഷെ ലൈക്ക് വി ആർ വെയിറ്റിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 2-3 months മോർ. ബൈ ദെൻ എല്ലാ സ്റ്റോറുകളും ഫങ്ഷനിലാവും. അപ്പോൾ കുറേം കൂടിയൊക്കെ എഫിഷ്യന്റ് ആയിരിക്കും ഈ മാളിന്റെ ഒരു പർപ്പസ് എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഫുഡ് കോർട്ടിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും കുറെ വെറൈറ്റി ഉണ്ട്. നമുക്ക് നോർത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ജ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്ഷനുകൾക്കായാലും ഒരുപാട് സ്റ്റോറുകൾ ഉണ്ട്. ആൻഡ് സീറ്റിംഗ് കപ്പാസിറ്റിയും നല്ല പോലെ അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആ മാള് കാണാൻ വന്നവരിലെ മിക്കവരും ഒന്നില്ലെങ്കിൽ പ്ലേ ഏരിയ അല്ലെങ്കിൽ ഫുഡ് കോർട്ട് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു റഷ് കാണുന്നത്. പക്ഷെ അല്ലെങ്കിൽ സഫിഷ്യന്റ് സീറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ തവണ മോമോസ് ട്രൈ ചെയ്തതും ഈ M5 മാളിലാണ്. ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ഇത്ര കാലമായിട്ട് പോലും മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പ്ലേറ്റിൽ 2 വെറൈറ്റീസ് ഓഫ് മോമോസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് കഴിച്ച ആനന്ദ തുന്തുതിലിനാവുന്ന എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു കാര്യം, ചെറിയൊരു അബദ്ധം പറ്റിയത്, ഞങ്ങളവിടെ ഉള്ളപ്പോൾ കറണ്ട് പോയി. യൂഷ്വലി മാളുകളിൽ എപ്പോഴും ഒരു പവർ ബാക്കപ്പ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇവിടെ കറണ്ട് പോയി കറണ്ട് വന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ആൾക്കാരൊക്കെ നമ്മൾ കൊച്ചു പിള്ളേർ സ്കൂളിൽ കറണ്ട് പോകുന്ന ഒരു എക്സ്പ്രഷനിൽ കൂവൊക്കെ ആയിരുന്നു. ആ ഓഡിയോ ഞങ്ങൾ ഡെഫിനറ്റ്ലി കട്ട് ചെയ്തു. അപ്പൊ ഇതാണ് അതിന്റെ ഫ്രണ്ടൽ കവറേജ്. അപ്പോ ഇത്രയേ ഉള്ളൂ M5 മാള്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ ബൈ.